നമ്മൾ വാരിയേഷൻ പ്രിൻസിപ്പിളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വാരിയേഷൻ പ്രിൻസിപ്പിൾ എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ ടു ഫൈൻഡ് ദി അപ്പർ ബൗണ്ട് ഓഫ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് എ പർട്ടിക്കുലർ ഹാമിൽട്ടോണിയൻ, മോസ്റ്റ്ലി ഇത് അൺനോൺ ഹാമിൽട്ടോണിയൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ഇസ് ദ തിയറി ബിഹൈൻഡ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതായത് ഏത് വേവ് ഫംഗ്ഷൻ എടുത്താലും അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിനേക്കാളും ഈക്വലോ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കും. ഒരിക്കലും നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയേക്കാൾ താഴെയുള്ളൊരു എനർജി ഒരു വേവ് ഫംഗ്ഷന് കൊണ്ടും കിട്ടില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പവർ ഓഫ് ദി ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫംഗ്ഷൻസ് ആൻഡ് ദി വേരിയേഷൻ പ്രിൻസിപ്പിൾ. സോ അത് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത്. The actual ground state energy will be definitely smaller than or equal to the expectation value with the trial wave function, and this is equal when the trial wave function is the same ground state wave function. Okay, ഈ ട്രയൽ വേവ് ഫംഗ്ഷൻ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. വൺ ഡയമെൻഷണൽ കേസുകളിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രയൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഗോഷ്യൻ ട്രയൽ വേവ് ഫംഗ്ഷനാണ്. അത് a e⁻bx² എന്ന് പറയുന്ന ഫോമിലായിരിക്കും ഉണ്ടാവുക. We need to normalize this by integrating. It's from -infinity to infinity, and the integrand is equal to 1, set it is equal to 1, so that you will get an a value. അപ്പോൾ എന്തുകൊണ്ട് ആദ്യം ഇത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല പ്രോബ്ലംസിനും നമുക്ക് ഗോഷ്യൻ ട്രയൽ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ ആൻഡ് ദിസ് ഇസ് നമുക്ക് അതിൻ്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കിട്ടി. ഓക്കെ, നമുക്ക് ഹാർമോണിക് ഓസിലേറ്ററിന് കറക്റ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേറൊരു പ്രോബ്ലത്തിന്, വേറെ ഏതെങ്കിലും ഒരു സെറ്റപ്പിന് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ്. എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, സോ കാൽക്കുലേറ്റ് the ground state energy for a particle in an attractive delta function. Attractive delta function potential, അല്ലെങ്കിൽ ഞാൻ ഹാമിൽട്ടോണിയൻ എഴുതാം. h is equal to px²/2m minus alpha delta x, where delta x is the Dirac delta, one dimensional Dirac delta ആണ്. ഡിറാക് ഡെൽറ്റയുടെ ഒന്ന് രണ്ട് പ്രോപ്പർട്ടികൾ ഇതിൻ്റെ കൂടെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്ന്, ഡെൽറ്റ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ ഓഫ് എക്സ് is equal to infinity if x is equal to 0 and delta x is equal to 0 elsewhere. ബാക്കി എല്ലാ സ്ഥലത്തും 0യും ഒരു സ്ഥലത്ത് മാത്രം ഇൻഫിനിറ്റി ആയിട്ടുള്ള പോയിന്റാണ്. ഓക്കെ, why this is 0? because this should be read like at x-0. ഇവിടെ വായിക്കേണ്ടത് x-0 എന്നാണ്. ഓക്കെ, so in general you can have a x-a statement. delta x എന്ന് പറയുന്നത് basically it should read like delta x-0. okay, ജനറലി ഡെൽറ്റ x-a ആണെങ്കിൽ x equal to a യിലായിരിക്കും ആ പോയിന്റ് ഇൻഫിനിറ്റി ആവുക, ബാക്കി എല്ലാ സ്ഥലത്തും 0 ആയിരിക്കും. ഓക്കെ, ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ഇഫ് യു ഇൻറ്റഗ്രേറ്റ് ദിസ് ഫ്രം -infinity to +infinity delta x dx, the answer is 1 ആണ് കിട്ടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയണം ഈ പ്രോബ്ലം നമുക്ക് ചെയ്യണമെങ്കിൽ. ശരി, then of course you can find the dimension of the delta function from this point, because this is dx എന്ന് പറയുന്നത് ലെങ്ത് ആണ്. അപ്പോൾ ഇത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു സംതിങ് ഈക്വൽ ടു നമ്പർ കിട്ടണമെങ്കിൽ ഇത് സാധനം എന്തായിരിക്കണം, 1/length ആയിരിക്കണം. സോ അതും കൂടെ നോട്ട് ചെയ്തോളൂ. ദ ഡയമെൻഷൻ ഓഫ് ഡിറാക് ഡെൽറ്റ ഇസ് 1/length. 1/length ആണ് അതിൻ്റെ ഡയമെൻഷൻ. ശരി, അപ്പോൾ ഇനി നമ്മൾ വി ആർ ചെക്കിംഗ് വാട്ട് ഇസ് ആൽഫ ഹിയർ ആൻഡ് ദർ ഇസ് എ മൈനസ് സൈൻ. അപ്പോൾ മൈനസ് സൈൻ ഉള്ളതുകൊണ്ട് ഇത് -ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. അപ്പോൾ നമ്മുടെ ഏകദേശം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയാണ് വരിക. ഇവിടെയൊക്കെ 0 ആണ്. ഓക്കെ, ഈ പോയിന്റിൽ എത്തുന്ന സമയത്ത് അതൊരു ഷാർപ്പ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇച്ചിരി ഒരു വിഡ്ത്ത് ഉണ്ടാക്കിയത്. ആക്ച്വലി ദർ ഇസ് നോ സച്ച് എ വിഡ്ത്ത് ഹിയർ. ദിസ് ഇസ് പ്രിസൈസ്ലി ഹാപ്പനിങ് അറ്റ് x equal to 0.
എക്സ് ഈക്വൽ ടു സീറോയിൽ മാത്രം സംഭവിക്കുന്ന താഴെ പോകുന്ന ഒരു ബൗണ്ട് സ്റ്റേറ്റ് സിസ്റ്റമാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ആൻഡ് ദ മൈനസ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദിസ് ഇസ് എ ബൗണ്ട് സിസ്റ്റം. ഇൻസ്റ്റഡ് ഇസ് എ പ്ലസ് സൈൻ ആയിരുന്നെങ്കിൽ ഈ സാധനം എങ്ങനെ മുകളിലേക്കാണ് പോവുക, ഇതിങ്ങനെ മുകളിലേക്കാണ് പോവുക, പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. പക്ഷേ മൈനസ് സൈൻ കാരണമാണ് ഇതൊരു ബൗണ്ട് സ്റ്റേറ്റ് സിസ്റ്റം ആവുന്നത്. ഓക്കെ, സോ നോട്ട് ദാറ്റ് ആൾസോ it becomes a bound state. Bound state ആയിട്ട് മാറും. ഓക്കെ, okay. So there is a bound state here. Okay, അപ്പോൾ വാട്ട് മസ്റ്റ് ബി ദിസ് ആൽഫ, ദാറ്റ്സ് എ പോയിന്റ് ഹിയർ. എന്തായിരിക്കും ആൽഫ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എനർജിയാണ്. കാരണം ഇത് എനർജിയാണ്, ഇത് എനർജിയാണ്, ഇത് ക്വാണ്ടിറ്റി എനർജിയാണ്. ഓക്കെ, സോ ആൽഫ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എനർജിയാണ്. നമുക്ക് ഡെൽറ്റ എക്സ് എന്ന് വെച്ചാൽ എന്താ പറയുക, 1/length ആണെന്ന് അറിയാം. സോ ആൽഫ ഇൻറ്റു 1/length ഇസ് ഈക്വൽ ടു എനർജി. ഓക്കെ, സോ ആൽഫ ഷുഡ് ബി എനർജി ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്ന സാധനമാണ് ആൽഫ. നോട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വേവ് ഫംഗ്ഷൻ അറിയില്ല, അതിൻ്റെ എനർജി ഒന്നും അറിയില്ല. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ഇതിന് ഗോഷിയൻ ട്രയൽ വേവ് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പോവാം. ഇതിൽ എന്തോ പാർട്ടിക്കിൾ ഉണ്ട്, എനർജി ഉണ്ട്. ആ എനർജി വേവ് ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. ബട്ട് വി ആർ ഇമ്പോസിങ് ദാറ്റ് ദ വേവ് ഫംഗ്ഷൻ ഈസ് ഗോഷിയൻ. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ഈ ഹാമിൽട്ടോണിയൻ്റെ വാരിയേഷൻ പ്രിൻസിപ്പിൾ വെച്ച്. ഓക്കെ, സോ വി ആർ ടേക്കിംഗ് Gaussian trial wave function. Gaussian trial wave function എടുക്കുകയാണ്. എന്താണത് എന്ന് എഴുതിക്കോ. ദാറ്റ് ഇസ് psi of x equal to a e raised to minus bx square. ഇതിൻ്റെ നോർമലൈസ്ഡ് ഫോം എല്ലായിടത്തും ഒരുപോലെയാണ്. നമുക്ക് വേണ്ട അതിനിപ്പം രണ്ടാമത് നോർമലൈസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ ദിവസം നോർമലൈസ് ചെയ്തതാണ്. എന്താ വരിക, 2b/pi raised to 1/4 e raised to minus bx square. ഓക്കെ, ഇതുവരെ നമുക്ക് എല്ലാ പ്രോബ്ലത്തിലും ഉപയോഗിക്കാം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ബിക്ക് ഒരു മിനിമം വാല്യൂ കിട്ടി. ആ മിനിമം വാല്യൂ ഒരിക്കലും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അത് ആ പ്രോബ്ലത്തിലെ ബിയുടെ മിനിമം വാല്യൂ ആണ്. ബിക്കോസ് ദാറ്റ്സ് എ ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം ആൻഡ് ബി ഈസ് റിട്ടൺ ഇൻ ടേംസ് ഓഫ് ഒമേഗ ആൻഡ് അതർ ക്വാണ്ടിറ്റീസ്. ഹിയർ യു കനോട്ട് റൈറ്റ് ബി ഇൻ ടേംസ് ഓഫ് ഒമേഗ ബിക്കോസ് ഒമേഗ ഇസ് നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം, നോട്ട് അറ്റ് ഓൾ എ പാരാമീറ്റർ ഇൻ ദിസ് പ്രോബ്ലം. ഇവിടുത്തെ പാരാമീറ്റർ ആരൊക്കെയാണ്, ആൽഫയും എച്ച് ക്രോസും എമ്മും ഒക്കെയാണ്. ഓക്കെ, സോ വി ഷുഡ് ഫൈൻഡ് ബി in terms of these kinds of parameters of this particular problem later on, and right now you can take this as a normalized wave function. ഇത് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഹാമിൽട്ടോണിയൻ എടുക്കുക, എച്ചിനെ ഈ സൈഡ് ട്രയൽ വെച്ചിട്ട് എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതിലെന്ത് വരും, ആദ്യം സൈഡ് ട്രയൽ. സോ ദിസ് ഈസ് എ സൈഡ് ട്രയൽ. ഓഫ് കോഴ്സ് ദിസ് ഇസ് എ psi of t. ടി ഡിപ്പെൻഡൻസ് അല്ല കേട്ടോ, ട്രയൽ എന്നുള്ളതിൻ്റെ ടി ആണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, psi t വിത്ത് ആദ്യം കൈനറ്റിക് എനർജി വരും px²/2m psi t പ്ലസ് പൊട്ടൻഷ്യൽ എനർജി വരും, ദാറ്റ് ഈസ് psi t മൈനസ് ആൽഫ ഡെൽറ്റ എക്സ് psi t. ഓക്കെ, ഈ പോർഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ചാണ് അല്ലേ, ഇത് കണ്ടുപിടിച്ചാണ്, അതിന് ചെയ്യേണ്ട ആവശ്യമില്ല. ആരെ മാത്രം ചെയ്താൽ മതി, ഇയാളെ മാത്രം ചെയ്താൽ മതി. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ കൺവീനിയൻസ്. ദാറ്റ് ഇസ് എ സെയിം വാല്യൂ. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അതേ വാല്യൂനെയാണ് ഇപ്രാവശ്യം കിട്ടുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വാല്യൂ എത്രയായിരുന്നു ഓർമ്മ ഉണ്ടായിരുന്നെങ്കിലും, കൈനറ്റിക് എനർജിയുടെ h cut square b/2m. h cut square b/2m. ഓക്കെ, പ്ലസ് ഇതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഞാൻ അപ്പുറത്തെ പേജിൽ എഴുതാം. ദാറ്റ് ഈസ് psi t minus alpha delta x psi t which is equal to integral minus infinity to plus infinity psi t ക്ക് പകരം 2b/pi raised to 1/4 e raised to minus bx square. Then you have this
minus alpha delta x. Again the wave function okay. ഇത് ചെയ്യാൻ വളരെ എളുപ്പമുണ്ട്. കാരണം എന്താണ്? കാരണം ഡെൽറ്റ ഫംഗ്ഷൻ ഒരു ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻ്റഗ്രൻറ്റിൻ്റെ ബാക്കി എല്ലാ ഫംഗ്ഷനും ടേക്ക് ദ വാല്യൂ അറ്റ് വേർ ദ ഡെൽറ്റ ഫംഗ്ഷൻ ഇസ്. നമുക്ക് നോക്കാം. ഇതിനെ മാറ്റി എഴുതിയാൽ 2b/π രണ്ട് സൈഡിലും ഉണ്ട്. അപ്പോൾ ഈ 2b/π റേസ് ടു 1/2 ഒരു മൈനസ് ആൽഫ പുറത്തിരിക്കും. ബാക്കി എന്താ ഉള്ളത്? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ബി എക്സ് സ്ക്വയർ ഇ റേസ് ടു മൈനസ് ഇ റേസ് ടു മൈനസ് 2bx സ്ക്വയർ ഇൻറ്റു ദാറ്റ് ഡെൽറ്റ ഫംഗ്ഷൻ ഇൻറ്റു ഡി എക്സ് അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരു പ്രൊസീജിയർ ഉണ്ട്. അതായത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് മൈനസ് എ ഡി എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയാണ്? ആർക്കെങ്കിലും അറിയോ? ഒരു ഇൻ്റഗ്രൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇൻറ്റു ദർ ഇസ് എ ഡെൽറ്റ ഫംഗ്ഷൻ ഡി എക്സ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഒറ്റ സ്പോട്ടിൽ വാല്യൂ പറയാം. ദാറ്റ് ഈസ് എഫ് ഓഫ് എ. ഓക്കെ, എഫ് ഓഫ് എ. അതുപോലെ ഇവിടെ എക്സ് മൈനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? എക്സ് മൈനസ് 0 ആണ്. ഓക്കെ, സോ യു ഹാവ് ഈ ഫംഗ്ഷൻ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. അതിന് 0 കൊടുത്താൽ എക്സിന് 0 കൊടുത്താൽ കിട്ടുന്നത് എത്രയാണ്? 1 കിട്ടും. കാരണം ഇ റേസ് ടു മൈനസ് 2b 0 ആണ്. ദാറ്റ് ഈസ് 1. ഓക്കെ, സോ വി ഗോട്ട് ദി ഫൈനൽ ആൻസർ. ഇൻ്റഗ്രേഷൻ വളരെ സിമ്പിളാണ്. ഒറ്റയടിക്ക് ആൻസർ കഴിഞ്ഞു. ദാറ്റ് ഈസ് മൈനസ് ആൽഫ ഇൻറ്റു 2b/π റേസ് ടു 1/2. ശരിയാണ്, നോക്കട്ടെ ഒരു സെക്കൻഡ്. യെസ്, ഓക്കെ. ഇനി എന്ത് ചെയ്യണം? അപ്പം ഇവിടെ മൈനസ് ആൽഫ ഇവിടെ കിട്ടി. ദാറ്റ് ഈസ് മൈനസ് ആൽഫ 2b/π റേസ് ടു 1/2. ദിസ് ഈസ് അവർ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച്. ഓക്കെ, ഇത് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ ഇതിൽ മിനിമൈസ് ചെയ്തിട്ട് ആരെ കണ്ടുപിടിക്കുക? ബി മിനിമം വാല്യൂവിനെ കണ്ടുപിടിക്കുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് ബി മിനിമത്തിന് കണ്ടുപിടിക്കുക. ഈ എക്സ്പ്രഷനെ നിങ്ങൾ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ബി ചെയ്യുക ആൻഡ് സെറ്റ് ദ വാല്യൂ ഈക്വൽ ടു 0. ഓക്കെ, ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ബി. ഇത് കണ്ടുപിടിച്ചേ.
ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? കിട്ടിയോ ബി മിനിമം? ആദ്യത്തേത് വരുമ്പോൾ ദാറ്റ് ഈസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m മൈനസ് റൂട്ട് 2 ബൈ പൈ ആൽഫ ബി റേസ് ടു 1 ബൈ 2. That is 1 by 2 root b. ഇങ്ങനെയല്ലേ? ഇവിടെ 4m ആണല്ലേ അല്ലേ? ഇവിടെ സ്ക്വയർ ചെയ്ത സമയത്ത് ഇവിടെ m സ്ക്വയർ ഉണ്ട്. ദിസ് ഇസ് 4. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു 2m സ്ക്വയർ ആൽഫ സ്ക്വയർ ബൈ പൈ എച്ച് ക്രോസ് റേസ് ടു 4. ഇങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, ഇതെന്ത് ചെയ്യുക? തിരിച്ച് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തിരിച്ച് നമ്മുടെ എച്ചിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മിനിമം എനർജി കിട്ടും. ദാറ്റ് ഈസ് ദ എച്ച്
മിനിമം എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ വാല്യൂ എഴുതുക. ദാറ്റ് ഈസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ബി ആയിരുന്നു. ബിക്ക് പകരം എന്തെഴുതാം? ബിക്ക് പകരം ഇപ്പോൾ കിട്ടിയ വാല്യൂ ദാറ്റ് ഈസ് 2m സ്ക്വയർ ആൽഫ സ്ക്വയർ ബൈ പൈ എച്ച് ക്രോസ് റേസ് ടു 4 പ്ലസ് മൈനസ് ആൽഫ ഇൻറ്റു 2 ബൈ പൈ ബിക്ക് പകരം അഗെയിൻ 2m സ്ക്വയർ ആൽഫ സ്ക്വയർ ബൈ പൈ എച്ച് ക്രോസ് റേസ് ടു 4 ഹോൾ റേസ് ടു 1/2. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എൻ ആൻസർ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എം ആൽഫ സ്ക്വയർ ബൈ പൈ എച്ച് ക്രോസ് സ്ക്വയർ. കിട്ടിയോ? അതിന് ഇതിൻ്റെ അടുത്തുള്ള വാല്യൂ എന്തെങ്കിലും കിട്ടിയോ? കിട്ടി. ഓക്കെ, ഫൈൻ. സോ ഇതാണ് ഈ പ്രോബ്ലം ശരിക്കും എക്സാക്ട്ലി സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സാക്ട്ലി സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക ഇതിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇ ജി എന്ന് പറയുന്നത് മൈനസ് എം ആൽഫ സ്ക്വയർ ബൈ 2h ക്രോസ് സ്ക്വയർ ആണ് കിട്ടുന്നത്. 2h ക്രോസ് സ്ക്വയർ. ഓക്കെ, പക്ഷേ ഇവിടെ ദിസ് ഇസ് 5h ക്രോസ് സ്ക്വയർ. സോ ഇന്ന് മൈനസ് ഡയറക്ഷനിൽ അത് അതിനെക്കാട്ടിയും മുകളിൽ നിൽക്കുന്ന ഒരു വാല്യൂ ആണ് ഉള്ളതുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിനെക്കാട്ടിയും വലിയ വാല്യൂ ആണ്. ബിക്കോസ് ദർ ഇസ് എ മൈനസ് സൈൻ. ഓക്കെ, ഒരു വാല്യൂ ആണ് നമുക്ക് എം ആൽഫ സ്ക്വയർ ബൈ വാരിയേഷൻ വഴി കിട്ടുക. ഓക്കെ, നോക്കണം നമ്മുടെ ഫൈനൽ ആൻസറിൽ നമുക്ക് 3 പാരാമീറ്ററേ ഉള്ളൂ. ഒന്ന് എം, ഒന്ന് ആൽഫ, ഒന്ന് എച്ച് ക്രോസ്. ഇത് 3 നമ്മുടെ ഹാമിൽട്ടോണിയനിലുള്ളതാണ്. അതായത് ഒമേഗയെ പോലുള്ളൊരു പാരാമീറ്റർ ഒന്നും നമുക്ക് എന്തില്ല ഈ പ്രോബ്ലത്തിൽ നമുക്ക് വരില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ പ്രോബ്ലംസ് വരും, അൺനോൺ ഹാമിൽട്ടോണിയനുകൾ തരും. എന്ത് ചെയ്യണം? യു ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ദിസ്. രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് ആ ബി വാല്യൂവിനെ കണ്ടുപിടിക്കുക, എന്നിട്ട് കൊടുക്കുക. ഓക്കെ, ഇത് എന്താകുന്ന സമയത്ത് ഗോഷ്യൻ ട്രയൽ വേവ് ഫംഗ്ഷൻ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ട്രയൽ വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ട് എല്ലാം ചെയ്യണം. ഓക്കെ, ഞാനതിൻ്റെ പ്രൊസീജിയർ ഒന്നും കൂടെ എഴുതാം. അതായത് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ടേക്ക് എ ട്രയൽ വേവ് ഫംഗ്ഷൻ. അല്ല, സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ഇസ് ഗിവൺ ഉണ്ടാവും. ഓക്കെ, സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ടേക്ക് ആൻ അപ്രോപ്രിയേറ്റ് ട്രയൽ വേവ് ഫംഗ്ഷൻ. ഈ അപ്രോപ്രിയേറ്റ് എന്നുള്ള വാക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആ പ്രോബ്ലത്തിന് കൂടുതൽ അടുത്തിരിക്കുന്നത് നമുക്ക് തോന്നുന്ന ഒരു വേവ് ഫംഗ്ഷൻ എടുക്കുന്നതാണ് കൂടുതൽ ഭംഗി. അങ്ങനെയാകുമ്പോൾ കൂടുതൽ ആൻസർക്ക് അടുത്തിരിക്കും. ഓക്കെ, കേട്ടോ. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലേ നോക്കൂ, പാർട്ടിക്കിൾ ഇരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇങ്ങനൊരു വേവ് ഫംഗ്ഷൻ ട്രയൽ വേവ് ഫംഗ്ഷൻ എടുത്തില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ദിസ് ഈസ് ആൾസോ എ പോസിബിൾ ട്രയൽ വേവ് ഫംഗ്ഷൻ. രണ്ട് സ്ഥലത്തും 0ക്ക് പോകാം. പക്ഷേ എനിക്കറിയാം പാർട്ടിക്കിൾ ഇവിടെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് പ്രോബബിലിറ്റി കൂടിയ ഒരു വേവ് ഫംഗ്ഷനാണ് എനിക്ക് കുറച്ചും കൂടെ സ്യൂട്ടബിൾ എന്ന് നമുക്ക് മനസ്സിലാവും. അതൊക്കെ നമ്മുടെ ഒരു ഫിസിക്കൽ ഇൻഡ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള എന്തുകൊണ്ട് എനിക്ക് ഐ കുഡ് ഹാവ് ദ സെയിം വേവ് ഫംഗ്ഷൻ സം e⁻⁻ (-mod x) ഇൻ സം അതർ വേ. ഗോഷ്യൻ സം അതർ വല്ല വേവ് ഫംഗ്ഷൻ ഇപ്പുറത്ത് x = -a x = +a പീക്ക് ചെയ്യുന്ന ഒരു വേവ് ഫംഗ്ഷൻ എടുക്കാമായിരുന്നു. പക്ഷേ അതൊരു ട്രയൽ വേവ് ഫംഗ്ഷൻ തന്നെയാണ്. പക്ഷേ അത് കിട്ടുന്ന എനർജി ഇതിന് കുറേ മാറിപ്പോവും. അപ്പോൾ എത്രത്തോളം നമുക്ക് നിങ്ങളുടെ പ്രോബ്ലവുമായിട്ട് ചേർന്നിരിക്കുന്ന വേവ് ഫംഗ്ഷൻ എടുക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് കിട്ടുന്ന ആൻസർ കൂടുതൽ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, appropriate trial wave function. Okay, and then you have step 3. Step 3 എന്ന് പറയുന്നത് എന്താണ്? Normalize the trial wave function.
normalize the trial wave function. Okay, ചെയ്യാം. Then step 4 എന്ന് പറയുന്നത് find the expectation value. Find the expectation value of H Hamiltonian with the trial wave function. കണ്ടുപിടിക്കാം. ഓക്കെ, സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് അതിൽ ഏതെങ്കിലും ട്യൂണിങ് പാരാമീറ്റർ ഉണ്ടെങ്കിൽ ഓക്കെ മിനിമൈസ് ഇറ്റ് വിത്ത് ദി ട്യൂണിങ് പാരാമീറ്റർ. അപ്പോൾ ഈ ട്യൂണിങ് പാരാമീറ്റർ ചിലപ്പോൾ എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളുന്നില്ല. ട്യൂണിങ് പാരാമീറ്റർ ആൻഡ് ഫൈൻഡ് മിനിമം എനർജി. അപ്പം ഈ ട്യൂണിങ് പാരാമീറ്റർ ചിലപ്പോൾ എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇല്ലെങ്കിൽ യു സ്റ്റോപ്പ് വിത്ത് ദിസ് പോയിന്റ്. ഇവിടെ വെച്ചിട്ട് സ്റ്റെപ്പ് 4 ഈ പരിപാടി കഴിയും. അപ്പം എങ്ങനെയാണ് ഒരു സാധനത്തിന് ട്യൂണിങ് പാരാമീറ്ററിനെ കണ്ടുപിടിക്കുന്നതൊക്കെ ഉള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. കാരണം ഒരു പ്രോബ്ലത്തിലുള്ള പാരാമീറ്റർ ഒരിക്കലും ട്യൂണിങ് പാരാമീറ്റർ ആവില്ല. ഓക്കെ, ഉദാഹരണത്തിന് പൊട്ടൻഷ്യൽ വെല്ലിൽ ലെങ്ത് ഉണ്ടെന്നൊക്കെ, ആ ലെങ്ത് ഒരിക്കലും അതിൻ്റെ ട്യൂണിങ് പാരാമീറ്റർ അതിനെ ഒരിക്കലും നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് ഓൾറെഡി എ പർട്ടിക്കുലർ ലെങ്ത് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അല്ലാത്ത പാരാമീറ്ററുകളെയാണ്, ഉദാഹരണത്തിന് ഗോഷ്യനിലെ ഈ ബി ഒരു ട്യൂണിങ് പാരാമീറ്ററാണ്. സോ വിൽ കം അക്രോസ് അങ്ങനത്തെ പാരാമീറ്ററുകൾ നമ്മൾ കാണും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, വാരിയേഷനിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അൺനോൺ ഹാമിൽട്ടോണിൽ തന്നിട്ടുണ്ടാവും, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ട്രയൽ വൈവ് ഫംഗ്ഷൻസ് മോസ്റ്റ്ലി തന്നിട്ടുണ്ടാവും അല്ലേ. ട്രയൽ വൈവ് ഫംഗ്ഷൻ എപ്പോഴും തരും. ആ ട്രയൽ വൈവ് ഫംഗ്ഷൻ നോർമലൈസ് ചെയ്യുക, എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടുപിടിക്കുക, മിനിമൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരും ഒന്നും പറയുന്നെന്താ? ട്രയൽ വേവ് ഫംഗ്ഷൻ വേറെ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ഗോസിയൻ അല്ലെങ്കിൽ ഗോഷ്യൻ അല്ലെങ്കിൽ വേറെ ഏതൊക്കെ ട്രയൽ വൈവ് ഫംഗ്ഷൻ? ഉദാഹരണത്തിന് നോക്കിക്കോ, ഒരു ട്രയാങ്കുലർ ട്രയൽ വൈവ് ഫംഗ്ഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിൽ പറയുന്ന psi of x is equal to some ax for 0 less than x less than a by 2, a into a minus x for a by 2 less than x less than a 0. ഇത് പൊട്ടൻഷ്യൽ വെല്ലിനെ 0 മുതൽ എ വരെയുള്ള പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ ഒരു ട്രയൽ വേവ് ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ എങ്ങനെയാണ് ഈ വേവ് ഫംഗ്ഷൻ ഇരിക്കുന്നത്. 0 മുതൽ a/2 വരെ അത് ax ആണ്. ഇങ്ങനെ ഇരിക്കും. ഓക്കെ, a/2 ടു a വരെ അതെന്താണ്? a ഇൻറ്റു a മൈനസ് എക്സ് ആണ്. അതിങ്ങനെ ഇരിക്കും. ബാക്കി എല്ലാ സ്ഥലത്തും 0 ആണ്. ഓക്കെ, സോ ഇതൊരു ട്രയൽ വേവ് ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറൊരു ട്രയൽ വേവ് ഫംഗ്ഷൻ, ഇപ്പോൾ പൊട്ടൻഷ്യൽ വെല്ല് ഇതിലാണെന്ന് നോക്കിയാൽ ഞാൻ ഇങ്ങനെ ട്രയൽ വേവ് ഫംഗ്ഷൻ പറഞ്ഞു. ദാറ്റ് ഇസ് ഈക്വൽ ടു സം a ടൈംസ് സൈൻ 1 pi x by a. ഇതൊരു ട്രയൽ വേവ് ഫംഗ്ഷനാണ്. ഇത് തന്നെയാണ് അതിൻ്റെ ആക്ച്വൽ വേവ് ഫംഗ്ഷനും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ട്രയൽ വേവ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഇനി ഇതൊന്നുമല്ല, ഞാനിപ്പം ഒരു മൈനസ് ഇൻഫിനിറ്റി തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള റോളാണെന്ന് വയ്ക്കാം. ഓക്കെ, so I can take a trial wave function psi of x equal to some a e raised to minus b mod x. ഇതൊരു ട്രയൽ വേവ് ഫംഗ്ഷൻ ആണ്. എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരിക്കും? എക്സ് സ്ക്വയറിന് പകരം e raised to minus b mod x എന്ന് പറയുന്നത് ഒരു ട്രയൽ വേവ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അവിടെ b വേറെ സാധനമായിരിക്കും, a വേറെ സാധനമായിരിക്കും, എല്ലാം വേറെ സാധനമായിരിക്കും. ദിസ് ഇസ് അനദർ ട്രയൽ വേവ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് ട്രയൽ വേവ് ഫംഗ്ഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അത് ഏത് വേവ് ഫംഗ്ഷൻ വേണമെങ്കിലും എക്സാമിനർക്ക് വേണമെങ്കിൽ തരാവുന്നതാണ്. ഓക്കെ, ഒരു പുതിയ ട്രയൽ വേവ് ഫംഗ്ഷൻ ഏത് കിട്ടിയാലും അതിനെ ആദ്യം നോർമലൈസ് ചെയ്യാം. അപ്പോൾ നോർമലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഗാമ ഫംഗ്ഷനും എക്സ്പോണൻഷ്യലൊക്കെയുള്ള ഇൻറ്റഗ്രലുകൾ ചെയ്യാൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. കാരണം അതില്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ,
അപ്പോൾ ഇൻ്റഗ്രൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഗാമ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അനദർ തിങ് ഈസ് പൊട്ടൻഷ്യൽ വെല്ല് പോലുള്ള പ്രോബ്ലങ്ങളാണ് നമ്മുടെ ചോദ്യമെങ്കിൽ അത് -∞ തൊട്ട് ഇൻഫിനിറ്റി വരെ ഉണ്ടാവില്ല. അതിൻ്റെ ലിമിറ്റിംഗ് എപ്പോഴും എന്തായിരിക്കും? ഏത് തൊട്ടിട്ട് 0 മുതൽ a വരെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എല്ലാ ഇൻ്റഗ്രലുകളും നമ്മൾ അതിൽ ഉപയോഗിച്ച ത്രൂ ഔട്ട് ഓൾ ഇൻ്റഗ്രൽസ് ഷുഡ് ബി ഫ്രം 0 ടു ദാറ്റ് ലെങ്ത്. ആ ലെങ്ത്തിൽ മാത്രം ചെയ്താൽ മതിയാവും. ഓക്കെ. കാരണം ബാക്കി സ്ഥലത്തൊന്നും എന്തില്ല, വേവ് ഫംഗ്ഷൻ ഇല്ല. ഓക്കെ. ഹാർമോണിക് ഓസിലേറ്റർ പോലെ അല്ലെങ്കിൽ ഡെൽറ്റ ഫംഗ്ഷൻ പോലെ -∞ തൊട്ട് +∞ വരെ പ്രൊലോങ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾക്ക് യു ക്യാൻ യൂസ് ദ സെയിം വേവ് ഫംഗ്ഷൻ. ഐ മീൻ ദ ഇൻ്റഗ്രേഷൻ ഇസ് ഫ്രം -∞ ടു +∞ ഉപയോഗിക്കാം. ഓക്കെ. ഓക്കെ ആണോ? ഓക്കെ. 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 അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അതൊരു എസ്സേ ആണ്. അത് വളരെ എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എസ്സേ ആണ്. ഓക്കെ. ദാറ്റ് ഈസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹീലിയം. ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹീലിയം. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ആ പ്രോബ്ലം ഒന്ന് എങ്ങനെയാണെന്ന് ഫ്രെയിം ചെയ്യാം, എന്നിട്ട് അതിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോവാം. ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹീലിയം എന്ന് പറയുന്നത് എന്താണ്? ഹീലിയം എന്ന് പറയുന്നത്, ഹീലിയം എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺസ് ഉണ്ടാവും ഹീലിയത്തിന്, ആൻഡ് യു ഹാവ് എ ന്യൂക്ലിയസ്. ഓക്കെ. അപ്പം ആദ്യം ചിത്രം വരയ്ക്കാം. ഹീലിയം ഹാസ് എ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ ആരൊക്കെയുണ്ട്? 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ട്. ആൻഡ് യു ഹാവ് 2 ഇലക്ട്രോൺസ്, electron 1 and electron. Okay. So this is the nucleus with plus 2e is the charge. Okay. And a minus e electrons. Minus e 2 electrons. Okay. ഇവരുടെ പൊസിഷൻ വെക്ടറുകൾ വെച്ചിട്ടാണ് നമ്മളിനി അടുത്തത് പറയുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് പാർട്ടിക്കിൾ 1ൻ്റെ പൊസിഷൻ വെക്ടർ. ഓക്കെ. ആൻഡ് ദിസ് വൺ ഇസ് പാർട്ടിക്കിൾ 2ൻ്റെ പൊസിഷൻ വെക്ടർ. Okay. And you have an interaction term which governed by this R1 minus R2. Okay. So നമുക്ക് ഇവർ ഓരോ പേരിടാണെങ്കിൽ this is equal to say R1 particle 1. ഞാൻ പാർട്ടിക്കിൾ ഫസ്റ്റ് ഇലക്ട്രോൺ എന്ന് പേരിടും R1. This is R2 for particle 2. And this is modulus of R1 minus R2. അപ്പം ഇവിടെ ഹൈഡ്രജനെ ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ഹൈഡ്രജനിന് ഇതുപോലെ ഒരു ന്യൂക്ലിയസും ഒരു ഇലക്ട്രോണും, പക്ഷെ ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാം. അതായത് സപ്പോസ് യു ആർ മാസ്കിങ് ദിസ് ഇലക്ട്രോൺ. അപ്പോൾ ഇതും ആര് മാത്രമായി? ഈ ന്യൂക്ലിയസും ഈ ഇലക്ട്രോണും മാത്രമുള്ളൊരു സിസ്റ്റമായി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇലക്ട്രോണിനെ മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയാലോ, ഈ ന്യൂക്ലിയസും ഈ ഇലക്ട്രോണും മാത്രമുള്ള സിസ്റ്റമായി. അപ്പോൾ നമുക്ക് 2 ഹാമിൽട്ടോണും കിട്ടി. അതിന് രണ്ടിനെയും കൂടി ചേർത്ത് എഴുതുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന പരിപാടി. ഓക്കെ. സോ ഐ എം ഗോയിങ് ടു റൈറ്റിംഗ് ട്രയൽ ഹാമിൽട്ടോണിയൻ ഫോർ ദിസ്. ദിസ് ഇസ് ഈക്വൽ ടു, ആദ്യം എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ പ്രോബ്ലം ആണ്. -h²/2m px² എന്നുള്ളതിന് പകരം ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ del1² px²/2m ഞാൻ ഈ -h²/2m ∂²/∂x² എന്നുള്ളതിന് പകരം del² എന്ന് എഴുതി ഫോർ പാർട്ടിക്കിൾ 1. ഓക്കെ. ആ പാർട്ടിക്കിൾ 1ൻ്റെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. എത്രയാണത്? ദാറ്റ് ഇസ് ഈക്വൽ ടു E1 E2 ആണ്. അപ്പോൾ +2e ഉണ്ട്, -e ഉണ്ട്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു -2e² ബൈ 4πε0 R1 അല്ലേ? R1 ആണ് ഇതിൻ്റെ വെക്ടർ. അപ്പോൾ R. ഓക്കെ. ഇതേപോലെ ആരുണ്ട്? പാർട്ടിക്കിൾ 2-നുണ്ട്. ഇതേപോലെ പാർട്ടിക്കിൾ 2-നുണ്ട്. സോ ദാറ്റ് ഇസ് പ്ലസ് ഫോർ പാർട്ടിക്കിൾ 2. ദിസ് ഇസ് ഈക്വൽ ടു സെയിം
മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ 2 സ്ക്വയർ, രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെ ഹാമിൽട്ടോണിയൻ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, മൈനസ് 2e സ്ക്വയർ ബൈ 4 എപ്സിലോൺ 0 r2 എപ്സിലോൺ 0 r. അപ്പോൾ ഇതാണ് സാധാരണഗതിയിൽ ഈ സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ ഇസ് നോ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ദീസ് 2 ഇലക്ട്രോൺസ്. ഈ 2 ഇലക്ട്രോൺ തമ്മിൽ ഒരു ഇൻ്ററാക്ഷനും ഇല്ല എങ്കിൽ, if they are non-interacting electron, this is the Hamiltonian. So this behaves as 2 independent single electron systems. Okay. പക്ഷെ അങ്ങനെയല്ല, ഈ ഇലക്ട്രോൺസ് തമ്മിൽ എന്തുണ്ടാവും? ഒരു കൂളും റിപ്പൽഷൻ ഉണ്ട്. ആ റിപ്പൽഷൻ്റെ ടേം കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ഇൻ്ററാക്ഷൻ ടേം ഇവിടെ. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സം പ്ലസ് ഇ സ്ക്വയർ ബൈ 4 എപ്സിലോൺ 0 1 ബൈ R1 minus R2. Okay. Of course, this becomes 0. I mean, infinitely large if you have R1 is equal to R2. Okay. So this is 2 electrons overlap. അത് ഒരിക്കലും ചെയ്യില്ല, 2 ഇലക്ട്രോൺ ഒരേ സ്റ്റേറ്റിൽ ഇരിക്കില്ല. അതുകൊണ്ട് there should be some Pauli's exclusion principle to prevent it. So definitely this energy will increase as R1 minus R2 decreases. Okay. കുറയുന്നതനുസരിച്ച് ആ എനർജി കുറഞ്ഞു പറയും. ഇത് ആണ് നമ്മുടെ ഹാമിൽട്ടോണിയൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഹാമിൽട്ടോണിയൻ ഇങ്ങനെ എഴുതാം. ആദ്യം ഈ ടേം എഴുതാം, പ്ലസ് ഈ ടേം എഴുതാം, പിന്നെ ഈ 3 ടേം 1 2 3 ടേമുകളിൽ ഇ സ്ക്വയർ ബൈ 4 എപ്സിലോൺ 0 കോമൺ ആണ്. അതിനെ കോമൺ ആക്കിയിട്ട് ഒരു ഹാമിൽട്ടോണിയൻ എഴുതി വയ്ക്കാം. ഓക്കെ, അത്ര എഴുതി വയ്ക്കുക. എന്നാൽ നമുക്ക് എന്നിട്ട് ബാക്കി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ രണ്ടിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ നമുക്ക് അറിയാം. അതായത് ഇത് മാത്രമാണെങ്കിലും നമുക്ക് അറിയാം. അപ്പോൾ ഇത് മാത്രം ഇതാണ് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന എക്സ്പെക്റ്റേഷൻ വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആദ്യം. കേട്ടോ, വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ ഹീലിയത്തിൻ്റെ എന്താ പറയുക, ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഇസ് ബേസിക്കലി ദി അയണൈസേഷൻ എനർജി ടു റിമൂവ് സിംഗിൾ ഇലക്ട്രോൺസ്. ഓക്കെ, എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റലി നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എക്സ്പെരിമെൻ്റലി നമുക്കറിയാം. എക്സ്പെരിമെൻ്റലി ദാറ്റ് വാല്യൂ EGS എന്ന് പറയുന്നത് -78.975 ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ ഇത് കിട്ടുമോ തിയററ്റിക്കലി എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ട്രയൽ വേവ് ഫംഗ്ഷൻ എടുക്കും. ഇത് രണ്ടിനെയും ടേം ഇൻക്ലൂഡ് ചെയ്ത് നോക്കും, പാരാമീറ്റർ ചെയ്ത് നോക്കും, ഇതിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് നോക്കും, കിട്ടുന്നില്ല എന്ന് നോക്കും, വീണ്ടും അടുത്തേക്ക് പോകും. ഇതാണ് ഈ പ്രൊസീജിയറാണ് നമ്മൾ ഹീലിയം മാറ്റത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ പ്രൊസീജിയർ നമുക്ക് ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ തീരില്ല, ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഹീലിയം മാറ്റത്തിൻ്റെ തുടക്കം. ഓക്കെ, യു ആർ റൈറ്റിംഗ് ദി ഹാമിൽട്ടോണിയൻ, യു ആർ സ്പെസിഫൈങ് ദി R1 R2 and R1 minus R2 and everything. ഓക്കെ, ആൻഡ് ദ എക്സ്പെരിമെൻ്റൽ വാല്യൂ അതാണ് നമുക്ക് കിട്ടുന്നത്. ഒരിക്കലും നമുക്കറിയാം ഏത് വേവ് ഫംഗ്ഷൻ കൊടുത്താലും -78.975
ചെറിയൊരു വാല്യൂ നമുക്ക് കിട്ടില്ല. ഓക്കെ, അത് ഉറപ്പാണ്. ഓക്കെ ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് us do that. നമുക്ക് അടുത്ത ദിവസം ചെയ്യാം കേട്ടോ. തൽക്കാലം ഞങ്ങൾക്ക് നിർത്തട്ടെ.